أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ومتقبلا آمين يا رب العالمين اللهم صل على محمد وعلى آله وصحبه الحمد لله رب العالمين അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വരവേൽക്കുകയാണ്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. സഫാൻ ഉസ്താദാണ് നമ്മളെ കൂടെ ഉള്ളത്. അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇതിൽ നിന്ന് ഇൽമു നേടാനും ആ ഇൽമു അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് നമ്മളിലേക്ക് വന്ന ഉസ്താദിന് അൽഹംദുലില്ലാഹ് ജസാക്കല്ലാഹു ഖൈറൻ അല്ലാഹുമ്മ ബാരിക്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരിലും ഞങ്ങളുടെ പേരിലും പേഴ്സണൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ജസാക്കല്ലാഹു ഖൈറൻ അല്ലാഹുമ്മ ബാരിക്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാൻ മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിനെ പരിപൂർണമായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് സ്റ്റാർട്ട് ചെയ്യും. റെഡി. എന്റെ ഓഡിയോ ഒക്കെ ഓഡിബിൾ അല്ലേ? കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാഹ്. യെസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. യാ അയ്യുഹൻ നാസ് ഊസികും ഇയ്യായ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. ربنا زدنا علما نافعا. ടിക്യുവിന്റെ വ്യത്യസ്തങ്ങളായ പഠന സംരംഭങ്ങളിൽ ദീന് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ബഹുമാന്യരായ ദീനി സ്നേഹികളെ, പഠിതാക്കളെ, ഖുർആൻ പഠിക്കുന്നവർ കൂട്ടത്തിലുണ്ട്. ദീനിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകൾ പഠിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സദസ്സ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി പറഞ്ഞ ദീന് പഠിക്കാൻ ആഗ്രഹിച്ച് ഇരിക്കുന്ന, പരിശ്രമിക്കുന്ന ആളുകൾക്കും സദസ്സിനും ലഭിക്കുന്ന പുണ്യങ്ങൾ ഏറെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരു സദസ്സ് നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിലെയും വൈകുന്നേരവും അവന്റെ സ്മരണയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളെ അന്വേഷിച്ചുകൊണ്ട് അയക്കുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട്. അവർ യൽതമിസൂന തുറുഖ്, ഇടവഴികളിലൂടെ അള്ളാഹുവിന്റെ സ്മരണയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾ അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യും. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലാണെങ്കിലും അള്ളാഹുവിന്റെ ദീന് ഉൾക്കൊള്ളാനും കേൾക്കാനും അവന്റെ സ്മരണയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയും ചെയ്യുന്ന നമ്മളെയും കാണുകയും അള്ളാഹുവിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടാകും തീർച്ച. അങ്ങനെ അള്ളാഹുവിനോട് പറയും, ഒരു വിഭാഗം ആളുകളെ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് ഹദീസിൽ നമുക്ക് കാണാം. അവരിങ്ങനെ പറയും, ഇവിടെ ഇങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, അവരെന്താണ് ആഗ്രഹിക്കുന്നത്? വമാ യത്ലുബൂൻ, അവരെന്താണ് കൊതിക്കുന്നത്? അപ്പൊ മലക്കുകൾ പറയും, യത്ലുബൂനൽ ജന്ന, അവർ സ്വർഗത്തെയാണ് റബ്ബ് ചോദിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു മലക്കുകളോട് ചോദിക്കും, അതിനവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ഇല്ല. സ്വർഗം കണ്ടിരുന്നെങ്കിൽ അവർ ഇതിനേക്കാൾ നന്നായി അതിനുവേണ്ടി പരിശ്രമിക്കുമായിരുന്നു. ആ ഹദീസിലെ തന്നെ പ്രയോഗങ്ങളിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ അടിമകൾ എന്താണ് കൊതിക്കുന്നത് എന്നതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു തന്നെയാണ്. എന്നാലും അവൻ അവന്റെ മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമകൾ എന്താണ് ആഗ്രഹിക്കുന്നത്? രണ്ടാമത് ചോദിക്കും, മിമ്മ യതഅബ്ബദൂൻ, അവർ എന്തിൽ നിന്നാണ് കാവലിനെ ചോദിക്കുന്നത്? മലക്കുകൾ പറയും, അവർ ജഹന്നമിൽ നിന്നാണ്, നരകത്തിൽ നിന്നാണ് കാവലിനെ ചോദിക്കുന്നത്.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അതിനവർ നരകം കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും ഇല്ല. കണ്ടിരുന്നെങ്കിൽ അവർ ഇതിനേക്കാൾ നന്നായി അതിൽ നിന്ന് കാവലിനെ തേടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സംഭാഷണം അവസാനിപ്പിക്കുക, അവരാഗ്രഹിക്കുന്നത് അവർക്ക് നൽകുക, അവരെന്തിൽ നിന്നാണോ കാവലിനെ ചോദിക്കുന്നത് അതിൽ നിന്ന് അവർക്ക് കാവലിനെയും നൽകുക. അപ്പൊ ഇന്നത്തെ ഈ സദസ്സ് ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ പ്രവേശനവും നരകമോചനവും നേടിയെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ആ നീയത്തോടുകൂടെ തന്നെയായിരിക്കും നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതിലുപരി കാര്യങ്ങളെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എനിക്കും നിങ്ങൾക്കുമൊക്കെ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ശഅബാൻ മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദാക ഷഹ്റുൻ യഗ്ഫുലു അൻഹു നാസ്. ഇത് ഈ മാസത്തിന്റെ പ്രത്യേകത, ജനങ്ങൾ ഈ മാസത്തിൽ നിന്ന് പല നിലക്കുള്ള അശ്രദ്ധയിൽ ഏർപ്പെടുമെന്ന് പറയുകയുണ്ടായി. എന്താണ് അശ്രദ്ധ? ഒരു ഭാഗത്ത് റജബ് പവിത്രമാക്കിയ മാസമാണ്, ഇനി വരാനിരിക്കുന്നത് റമദാൻ. ആ സമയത്തും ആളുകൾ ജാഗ്രതയോടുകൂടെ ഇടപെടും. അതിന് രണ്ടിനും ഇടയിൽ ആളുകൾക്ക് പൊതുവെ അശ്രദ്ധ വന്നു ഭവിക്കുന്ന മാസമാണ് എന്നാണ് ശഅബാനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മനുഷ്യർ അശ്രദ്ധയിലായി പോകുന്ന എല്ലാ സമയത്തും പരിശ്രമിക്കുന്നവർക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു പൊതു തത്വമായി ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, മുൻഗാമികൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ശഅബാൻ മാസമായാൽ സ്വാഭാവികമായും വിശ്വാസികളുടെ മനസ്സ് അത് തയ്യാറെടുക്കുന്നത് പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനും റമളാനിൽ ആഫിയത്തോടുകൂടെ മനോഹരമായ ദിനരാത്രങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലും ആഗ്രഹങ്ങളിലുമാണ്. എന്തായിരുന്നാലും ഒരു സ്വാഭാവികമായും ഒരു വിശ്വാസി ഉണ്ടാവുക. ആ നിലയ്ക്ക് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും തന്നെ പരിശുദ്ധ റമളാനിനെ കുറിച്ച്, റമളാനിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കുറിച്ചൊക്കെയാണ് ഇൻഷാല്ലാഹ് ഇവിടെ സംസാരിക്കുന്നത്. ആദ്യമേ ഞാൻ പറയുന്നു, ഇന്നത്തെ സംസാരത്തിൽ മുഴുനീളം പറയുന്ന കാര്യങ്ങൾ ഈ മതം പഠിക്കുന്ന വിജ്ഞാനദാഹികളും കുതികുകളുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപരിചിതമായ കുറെ കാര്യങ്ങൾ ഇവിടെ നിന്ന്, ഹദീസിൽ നിന്ന്, ഖുർആനിൽ നിന്ന് നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇവിടെ നടക്കുന്നത് ഒരു ഉത്ബോധനമാണ്, ഒരു തട്ടിയുണർത്തലാണ്, ഒരു ഒരു അലേർട്ടാണ്, ഒരു അലാമാണ്. അത് നൽകുക എന്നത് മാത്രമായിരിക്കും ഇന്നത്തെ സംസാരത്തിൽ സംഭവിക്കുക. വിശ്വാസികളെ കുറിച്ച് സവിശേഷമായി തന്നെ ഖുർആൻ അത് പരാമർശിക്കുന്നുണ്ട്. ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ, പരസ്പരമുള്ള ഉത്ബോധനങ്ങൾ അത് പ്രയോജനപ്പെടുക മുഅ്മിനീങ്ങൾക്കാണ്, വിശ്വാസികൾക്കാണ്. തീർച്ചയായും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്, സലഫുകൾ അത് നൽകിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അപരിചിതമായ, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറെ സംഗതികൾ പറയുക എന്നതിനേക്കാൾ അപ്പുറത്ത് എന്നെയും നിങ്ങളെയും ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തി വരുന്ന റമളാനിന് വേണ്ടി തയ്യാറെടുക്കാൻ, നമ്മുടെ മനസ്സിനെ തയ്യാറെടുപ്പിക്കാനും അതിനുവേണ്ടി മനസ്സ് ശരിയാക്കുന്നതിനു വേണ്ടി ഈ സംസാരം ഉപകാരപ്പെടും. ആ നിലക്കാണ് ഇന്നത്തെ കാര്യങ്ങളെ ചിട്ടപ്പെടുത്തുകയും മുന്നോട്ട് പോകുമ്പോൾ 4-5 പോയിന്റുകളായി അത്തരം കാര്യങ്ങൾ പറയാനും ഞാൻ ശ്രമിക്കുന്നത്. 5 പോയിന്റുകൾ കൃത്യമായി പറഞ്ഞാൽ 5 പോയിന്റുകളാണ് ഇൻഷാ അല്ലാഹ് റമളാനെ വരവേൽക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ എല്ലാവരും ഓർക്കേണ്ടത്, ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉത്ബോധിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ സംജാതമാകുന്ന അവസരത്തിന്റെ വലിപ്പത്തെ മനസ്സിലാക്കുക എന്നതാണ്. സാധാരണ നമ്മളൊരു കഥ പറയാറുണ്ട്. ഒരു മനുഷ്യൻ, അയാൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യനാണ്, ഒരുപാട് പ്രതിസന്ധികളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം വിരസത കൊണ്ട്, ജീവിതത്തിന്റെ വിരസത കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ ഒരു രാത്രിയിൽ എഴുന്നേറ്റ് ഒരു പുഴക്കരയിലേക്ക് ചെന്നിരിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് അലക്ഷ്യമായി അദ്ദേഹത്തിന്റെ സമയം ഇങ്ങനെ തള്ളി നീക്കുകയാണ്. ആ നീക്കുന്നതിനിടയിൽ തൊട്ടടുത്തൊക്കെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ കല്ലുകൾ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞ് അലക്ഷ്യമായി എറിഞ്ഞ് ഈ വിരസതയെ അദ്ദേഹം ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ സമയം മുഴുവൻ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ച്, മാസങ്ങളെ കുറിച്ച്, ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളൊക്കെ ചിന്തിച്ച് അദ്ദേഹം ഓരോ കല്ലുകൾ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞ് ആ സമയം ഇങ്ങനെ ഉന്തി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇങ്ങനെ നീണ്ടുപോയി, അല്പം പ്രകാശം വെച്ച് തുടങ്ങി, ഫജറായി തുടങ്ങി, വെളിച്ചം വന്ന് തുടങ്ങിയതിന്റെ ശേഷമാണ് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം പെറുക്കിയെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മുത്തുകളാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിൽ കൂടെയും അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, ഈ മനുഷ്യനെ പോലെ നമ്മുടെ മുന്നിലെത്തുന്നത്, ഇപ്പൊ കയ്യിൽ കിട്ടുന്നത് എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു നിധിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ
മനുഷ്യൻ ഇടപെടുന്നത് വേറെ രൂപത്തിലായിരിക്കും. എന്നതുപോലെ നമ്മുടെ മുന്നിലെത്തുന്ന അവസരത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് കൂടുതൽ ഇഖ്ലാസോടുകൂടെ, കൂടുതൽ കാര്യഗൗരവത്തോടുകൂടെ ആ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റുക. അബൂ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, വ്യത്യസ്തങ്ങളെ റിപ്പോർട്ടുണ്ട്. ഇമാം അഹ്മദിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു കണ്ട ഒരു സ്വപ്നം. അദ്ദേഹം പറയാണ്, കാന റജുലാനി മിൻ ബലിയിൻ ഹയ്യിൻ മിൻ ഖുലാഅത അസ്ലമ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തുഷ്ഹിദ അഹദുഹുമാ വഉഖിറ ആഖറു സനതൻ. ഇതൊരു സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്ന് രണ്ടുപേർ ഇസ്ലാം സ്വീകരിക്കുക, രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ. രണ്ടുപേരും ഒരേ സമയത്ത് പ്രവാചകന്റെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അതിലൊരാൾ വസ്തുഷ്ഹിദ അഹദുഹുമ, ഒരാൾ യുദ്ധത്തിൽ പങ്കെടുത്തു, ഷഹീദായി രക്തസാക്ഷിത്വം വഹിച്ച് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോവുകയുണ്ടായി. ഒരാൾ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് സ്വാഭാവികമായ മരണത്തിന് അദ്ദേഹം വിധേയനായി. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഫറഅയ്തുൽ ജന്ന, അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ സ്വർഗം കണ്ടു. ഫറഅയ്തുൽ മുഅഖറ മിൻഹുമാ ഉദ്ഖില ഖബല ഷഹീദ്, ആ രണ്ടുപേരിൽ ഷഹീദിനേക്കാൾ ആദ്യം സ്വർഗത്തിൽ പോയത് രണ്ടാമത് മരിച്ച സ്വാഭാവിക മരണത്തിന് വിധേയമായ വ്യക്തിയാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത്. അപ്പൊ നമുക്കറിയാം ഇസ്ലാമിൽ ഒരു ഷഹീദിനുള്ള സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വീരാടി ഷഹീദായ ആളുകളെ കുറിച്ച് മരണപ്പെട്ടവർ മയ്യിത്തുകൾ എന്ന് നിങ്ങൾ പറയരുത്. കാരണം എന്താ? അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, റിസ്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്നാണ് രക്തസാക്ഷിത്വം വഹിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞത്. അല്ല, അവരുടെ സൗഭാഗ്യങ്ങൾ എന്താണ്? അവരുടെ രക്തത്തിനും അവരുടെ ആരോഗ്യത്തിനും ഒക്കെ നൽകപ്പെടുന്ന പദവിയെ കുറിച്ച് ഒക്കെ നമുക്കറിയാം. ആ അർത്ഥത്തിൽ ഷഹീദായി മരണപ്പെട്ടു പോയ സുഹൃത്ത്, രണ്ടുപേരും ഒന്നിച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഒരാൾ ഷഹീദായി മരണപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായും പദവിയിൽ മുന്നിലുണ്ടാകേണ്ടത് ഷഹീദായി മരിച്ച ആളാണല്ലോ. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കേണ്ടത് ഷഹീദായി മരണപ്പെട്ട വഫാത്തായ വ്യക്തിയായിരിക്കണം. പക്ഷെ ഇദ്ദേഹം കണ്ട സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നത് രണ്ടാമത് മരിച്ച, സ്വാഭാവിക മരണം മരിച്ച അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്വപ്നത്തിൽ കണ്ട കാര്യം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്ന് പറയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിലെന്താണ് അത്ഭുതപ്പെടാൻ? അല്ലെ, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്ന് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഇതിൽ എന്താണ് അത്ഭുതപ്പെടാൻ? അലൈസ ഖദ് സ്വാമ ബഅദഹു റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ചോദ്യം, ഷഹീദായി വഫാത്തായ സുഹൃത്തിനേക്കാൾ കൂടുതൽ ഒരു റമളാന് കൂടെ കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കാൻ അള്ളാഹു മറ്റേ സഹോദരന് തൗഫീഖ് നൽകിയിട്ടില്ലേ? സ്വാഭാവികമായിട്ടുണ്ട്. 6000 വരുന്ന റക്അത്തുകൾ കൂടുതൽ അദ്ദേഹം നിസ്കരിച്ചിട്ടില്ലേ? കഥാ റക്അത്തൻ ഇത്ര കൂടുതൽ അദ്ദേഹം നിസ്കരിച്ചിട്ടില്ലേ? സുന്നത്ത് കൂടെ ഒക്കെ കൂട്ടിയാൽ ഇത്രയധികം അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ലേ? അപ്പൊ അത് സ്വാഭാവികമായും ഷഹീദായി വഫാത്തായ വ്യക്തിയേക്കാൾ മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു വർഷത്തെ റമദാനിലെ നോമ്പ് അദ്ദേഹത്തിനെ പര്യാപ്തമാക്കുന്ന കാര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, വിശ്വാസി സുഹൃത്തുക്കളെ, നമ്മൾ കടന്നു പോകുന്ന റമദാനിലെ നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് ഷഹീദായി വഫാത്തായ വ്യക്തിയേക്കാൾ മുമ്പേ സ്വർഗത്തിൽ പോകാൻ അനുഗുണമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സ്വാമ ലില്ലാഹി യൗമൻ ഫീ സബീലില്ലാ, അല്ലെങ്കിൽ മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ ആ ദിവസം കൊണ്ട് ബഅദല്ലാഹു വജ്ഹഹു 70 ഖരീഫൻ അനി ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, അള്ളാഹു അദ്ദേഹത്തിന്റെ മുഖത്തെ 70 ഖരീഫ് വഴിദൂരത്തേക്ക് മാറ്റിക്കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആലോചിക്കുക, ഒരു റമളാനിലെ നോമ്പുണ്ടല്ലോ കേട്ടോ, ഒരു റമളാൻ മൊത്തം നോമ്പ് അനുഷ്ഠിച്ചാൽ 70 ഖരീഫ് എന്നല്ല പറഞ്ഞത്. ഒരു നോമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അനുഷ്ഠിച്ചാൽ, അത് ഏത് നോമ്പും ആകട്ടെ, ഒരു നോമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അനുഷ്ഠിച്ചവന് ആ ഒറ്റ നോമ്പ് കൊണ്ട് 70 ഖരീഫ് വഴിദൂരത്തേക്ക് പോകുമെങ്കിൽ റമളാനിൽ 29 നോമ്പോ 30 നോമ്പോ അള്ളാഹു തൗഫീഖ് നൽകിയത് അനുഷ്ഠിച്ചു കിട്ടുന്ന വ്യക്തിക്ക് കിട്ടുന്ന സൗഭാഗ്യം 70 അത്ര ഒരു റമളാനിലെ നോമ്പ് കൊണ്ട് കിട്ടും. അവൻ അനുഷ്ഠിക്കുന്ന, അവന്റെ ആയുസ്സിലെ ബുലൂഗെത്തിയതിന് ശേഷം അവൻ അനുഷ്ഠിക്കുന്ന റമളാനുകൾ കണക്ക് കൂട്ടിയാൽ എത്ര ഖരീഫ് വഴിദൂരത്തേക്ക് നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ മാറ്റിക്കളയാനുള്ള ഇബാദത്താണ് നോമ്പായി അള്ളാഹു സംവിധാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഖരീഫ് എന്താണെന്ന് അറിയോ നമുക്ക്?
ഈ 70 ഖരീഫ് എന്നതിനെ കുറിച്ച് 70 ഖരീഫ് എന്ന് പറഞ്ഞല്ലോ, ആ ഖരീഫിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ 70 വർഷമാണെന്ന് പറഞ്ഞവരുണ്ട്, 70 ദിവസമാണെന്ന് പറഞ്ഞവരുണ്ട്, 70 വഴിദൂരമാണെന്ന് പറഞ്ഞവരുണ്ട്. നമ്മൾ അതിൽ ഏറ്റവും ചെറിയ കണക്കെടുത്താൽ പോലും 70 വഴിദൂരം എന്ന കണക്കെടുത്താൽ അല്ലെ, ഒരു ഉശിരോട് കൂടി ഓടുന്ന ഒരു കുതിരയുടെ പുറത്ത് ഒരു മനുഷ്യൻ 70 ദിവസം യാത്ര ചെയ്താൽ എത്തുന്ന വഴിദൂരമാണ് 70 ഖരീഫിന്റെ താല്പര്യം എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ അഭിപ്രായം എടുത്താൽ പോലും ഒരൊറ്റ നോമ്പ് കൊണ്ട് 70 ഖരീഫ് വഴിദൂരത്തേക്ക് അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റിക്കളയുമെന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, 29, 30 നോമ്പ് അനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയാൽ നരകത്തിൽ നിന്ന് 70 ഖരീഫ് വഴിദൂരത്തേക്ക് ഓരോ നോമ്പിനും നമുക്ക് മാറാൻ പറ്റുന്ന ആ നിലക്ക് ഇനിയും റമളാന്റെ നോമ്പിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ അനുഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പിന്നെ അവസരങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അത് മാത്രം നമുക്ക് സംസാരിക്കാം. അപ്പൊ ഞാൻ ആ ഒന്നാമത്തെ പോയിന്റ് അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുന്നിൽ എത്തുന്ന അവസരത്തെ നമ്മൾ കാണേണ്ടത് ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ചിലപ്പോ ചൂസ് ചെയ്യാൻ ഒരു അവസരം വരും. അത് വേണോ ഇത് വേണോ? റമളാനിലെ നോമ്പിന് കുറച്ച് കഷ്ടപ്പെടണോ, അല്ല കുറച്ചുകൂടെ ഭൗതികമായി സമ്പത്ത് ഉണ്ടാക്കണോ? റമളാനിലെ നോമ്പിന് പരിശ്രമിക്കണോ, അതല്ല പിന്നെ നമ്മൾ അങ്ങനെ, ഞാൻ ഒരു ഉദാഹരണം പറയാം. അങ്ങനെ നമ്മുടെ മുന്നിൽ ചൂസ് ചെയ്യാൻ ഒരു അവസരം വന്നാൽ മുൻഗാമികൾ പറയാൻ, ഖബറിലെത്തിയ മനുഷ്യനോട് നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ അവർ റമളാനിൽ നിന്നൊരു പകലിനെയാണ് അവർ ആഗ്രഹിക്കുക. അത്ര പുണ്യവും സൗഭാഗ്യവും നേടിയെടുക്കാൻ പറ്റുന്ന അവസരമാണ് റമളാനിലൂടെ വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മുന്നിലെത്തുന്ന സമയത്തിന്റെ വിലയെ മനസ്സിലാക്കി ഇടപെടാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുക എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സാഹചര്യത്തെ അത്രമേൽ അള്ളാഹു നമുക്ക് അനുഗുണമാക്കി നിർത്തും എന്നതാണ്. ഇപ്പൊ റമളാനായാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒട്ടനേകം മാറ്റങ്ങളുണ്ട്. അല്ല, മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഒന്നാകെ മാറും. നമ്മുടെ സമയം, നമ്മൾ ഉറങ്ങുന്ന സമയം, നമ്മൾ എഴുന്നേൽക്കുന്ന സമയം, നമ്മുടെ ഭക്ഷണക്രമം എല്ലാം മാറും. നമ്മുടെ ഞാൻ താമസിക്കുന്നത് ഏറെക്കുറെ മുസ്ലിങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ റമളാനിൽ രാവിലെ ഒരു 8:30 ഇപ്പോഴൊക്കെ പോയാൽ എന്താ പറയാ, ഇപ്പൊ കുറ്റിച്ചിറ, എന്റെ പ്രദേശം കുറ്റിച്ചിറ അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ്. ഇപ്പൊ ഇവിടൊക്കെ എല്ലാ ഹോട്ടലും രാവിലെ 3 മണി 4 മണിയാകുമ്പോഴേക്കും ആളുകളെ കൊണ്ട് തല്ലാണ്. നാട്ടുകാർ മാത്രമല്ല, പല സ്ഥലത്തുനിന്നും അവിടുന്ന് പിന്നെ പലതും ഭക്ഷണം കഴിക്കാൻ റീൽസ് ഒക്കെ കണ്ടിട്ട് ആളുകൾ വരും. പൊതുവെ നമ്മൾ ഇവിടുത്തെ ഒരു നാട് എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കാരം, ഫജർ നിസ്കാരം കഴിയുന്നതോടുകൂടെ അങ്ങാടികളൊക്കെ ആക്റ്റീവ് ആകുന്ന രൂപത്തിലാണ് നമ്മുടെ നാട് പൊതുവെ ഉള്ളത്. എന്നാൽ റമളാൻ ആയാൽ രാവിലെ 8:30 കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ഭയങ്കര രാവിലെ നേരത്തെ ഇറങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ശാന്തതയായിരിക്കും ഉണ്ടാകാൻ. ആളുകളുടെ ജീവിതക്രമം ഒന്നാകെ മാറും. പ്രകൃതിയിൽ തന്നെ ഇങ്ങനത്തെ ഒരു വ്യത്യാസം വരും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതല്ല, നേർക്കുനേർ അനുഭവിക്കുന്നതല്ലാത്ത പ്രകൃതിയിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇദാ കാനത്ത് അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രി പ്രവേശിച്ചാൽ, അല്ലെ, ഹദീസിലൊക്കെ രാത്രിയെ കുറിച്ചാണ് പ്രയോഗങ്ങളുള്ളത്. എന്താ കാര്യം? റമളാൻ എപ്പോഴാ തുടങ്ങുക? റമളാൻ തുടങ്ങുക ഫജർ കഴിഞ്ഞിട്ടല്ല. റമളാൻ ഒന്നുകിൽ ശഅബാൻ 29-ന് മാസപ്പിറവി കണ്ട് റമളാൻ ഉറപ്പിച്ചാലോ, അല്ലെ ശഅബാൻ 30 പൂർത്തിയാക്കി റമളാനിലേക്ക് പ്രവേശിച്ചാലോ, ഏതായാലും ശഅബാനിന്റെ 29-ന് മാസപ്പിറവി കണ്ടാൽ ആ സമയം മുതൽ പിന്നെ റമളാനിലാണ്. 30 പൂർത്തിയാക്കുകയാണെങ്കിൽ ശഅബാന്റെ 30 കഴിഞ്ഞ് ആ മഗ്രിബിന് ശേഷമുള്ള സമയം മുതൽ നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് റമളാനിനെ കുറിച്ച് പറയുന്ന ഹദീസുകളൊക്കെ ഇദാ കാനത്ത് അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ എന്ന് രാത്രിയെ പ്രത്യേകം പരാമർശിക്കുന്നത്. റമളാന്റെ ഒന്നാമത്തെ രാത്രി പ്രവേശിച്ചാൽ, ശഅബാൻ പൂർത്തിയായി റമളാനിലേക്ക് പ്രവേശിച്ചാൽ നമുക്കിടയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കപ്പുറത്ത് പ്രപഞ്ചനാഥനായ അള്ളാഹു സംവിധാനിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. ഈ സുഫിദത്തി ശയാത്തീൻ, ഒന്നാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചിനെ അള്ളാഹു കെട്ടിയിടും, ചങ്ങലക്കിടും. മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്ന, അവനെ തെറ്റിലേക്ക് നയിക്കുന്ന, അവനെ തിന്മയുടെ സാഹചര്യങ്ങൾക്ക് തള്ളിയിടുന്ന പിശാചിനെ, ചില റിപ്പോർട്ട് ആ ഹദീസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറദത്തുൽ ജിന്ന്, ജിന്നുകളുടെ കൂട്ടത്തിൽ മനുഷ്യനെ പിഴപ്പിക്കുന്നതിൽ ഏറ്റവും മോട്ടുള്ള പിശാചിനെ അള്ളാഹു ചങ്ങലക്കിടും. നരക കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, പിന്നീട് ഒരു വാതിൽ പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ അള്ളാഹു നരക കവാടങ്ങളെല്ലാം പൂട്ടിയിടും. വഫുതിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, സ്വർഗ കവാടങ്ങളെല്ലാം മലർക്ക് തുറന്നിടും, ഒരു കവാടം പോലും പിന്നീട് അടച്ചതായിക്കൊണ്ട് അവശേഷിക്കുന്നില്ല. വനാദാ മുനാദിൻ
എന്നിട്ട് വിളിച്ചു പറയുന്നവൻ ഇങ്ങനെ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, മനസ്സിൽ നന്മയുള്ളവരെ നിങ്ങൾ കടന്നു വരൂ, ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങൾക്ക് അല്ലാഹു പ്രകൃതി സംവിധാനിച്ച് കാത്തുവെച്ചിട്ടുള്ള സമയമാണ്. നിങ്ങളെ മനസ്സിൽ നന്മയുണ്ടോ, ആ നന്മക്ക് അല്ലാഹു ഒരുപാട് അവസരങ്ങൾ ഒരുക്കി തന്ന് സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാക്കി നിർത്തുന്ന ഒരു ഘട്ടമാണിത്. അതുകൊണ്ട് അക്ബിൽ, നിങ്ങൾ ഒന്നും ഒട്ടുമടിക്കാതെ മുന്നോട്ട് വന്നോളൂ, പ്രയത്നിച്ചോളൂ, പ്രവർത്തിച്ചോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അല്ല, ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നവന് വിളിച്ചു പറയും, വയാ അബാ യശരി അക്സിർ, അള്ളാഹു തിന്മകളുടെ സാഹചര്യങ്ങളെ എല്ലാം മാറ്റി നിർത്തി നരക കവാടങ്ങൾ അടച്ചുവെച്ച് സ്വർഗ കവാടങ്ങൾ കേൾക്കണോ? ഞാൻ പറഞ്ഞ കേൾക്കട്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, എനിക്കൊരു കോള് വന്നു, അപ്പോ ഒന്നാകെ കട്ടായി പോയതാണ് കേട്ടോ. സോറി. നിങ്ങൾ പറഞ്ഞു വന്നത് പിന്നെ ഇങ്ങനൊക്കെ സാഹചര്യങ്ങൾ അള്ളാഹു അനുഗുണമാക്കി നിർത്തുമ്പോഴും മനസ്സിൽ ഏതെങ്കിലും നിലക്കൊക്കെ തിന്മ ആസ്വദിക്കുന്ന വിഭാഗക്കാരുണ്ടെങ്കിൽ അവരോട് പറയുമെന്നാണ് അക്കുസിർ, നിങ്ങൾ അടങ്ങിയിരുന്നോളൂ, നിങ്ങളൊന്ന് മാറി നിൽക്കരുത്, നിങ്ങളുടെ സമയമില്ല. വലില്ലാഹി ഉഅ്തഖാ മിനന്നാർ, അള്ളാഹുവിന് അവൻ നരകമോചനം നൽകുന്ന അവന്റെ അടിമകളുണ്ട്. വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, റമളാനിന്റെ എല്ലാ രാത്രിയിലും അവന്റെ ഒരുപാട് അടിമകൾക്ക് അവൻ നരകമോചനം നൽകുന്നുണ്ട്. അല്ലെ? അപ്പം നിങ്ങൾ നോക്കുക, നമുക്ക് പലപ്പോഴും എന്താ നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ തിന്മയിൽ കെട്ടിയിട്ട് നമുക്ക് നന്മയിലേക്ക് വരാൻ ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ മനസ്സതിന് തയ്യാറാകാതെ വരുന്നത് സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ ഒന്നാകെ പ്രകൃതിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുഗുണമാക്കി നിർത്തുക. അതുകൊണ്ടാണ് റമദാൻ മാസമാകുമ്പോൾ എല്ലാവർക്കും ഒരു ഉണർവ് വരുന്നത്. ആ ഘട്ടത്തെ ഉപയോഗപ്പെടുത്താൻ ആകാശത്തിന് വിളിച്ചു പറയും, അക്ബിൽ, നിങ്ങൾ മുന്നോട്ട് വന്നോളൂ, നിങ്ങൾ പരിശ്രമിച്ചോളൂ, നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒന്നും വെറുതെ ആകില്ല. ഇതാ ഇന്ന് രാത്രി മുതൽ, റമദാനിന്റെ രാത്രി ഒന്ന് ആരംഭിക്കുന്നത് മുതൽ റമദാന്റെ എല്ലാ രാത്രിയിലും അതുവരെയുള്ള കർമ്മങ്ങളെ കൊണ്ട് നരകാവകാശിയായി പോയേക്കാൻ സാധ്യതയുള്ള അള്ളാഹുവിന്റെ അടിമകൾക്ക് അവൻ നരകമോചനം നൽകുന്ന സമയമാണിത്. അല്ലെ? അങ്ങനെ സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ കൊതിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കി നിർത്തുന്നു എന്നതാണ്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, പ്രപഞ്ചവും സാഹചര്യവും അള്ളാഹു നമുക്ക് അനുഗുണമാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയുന്ന എക്സ്ക്യൂസ് ഒന്നുമില്ല. മാറി നിൽക്കാൻ, നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് പൂർത്തിയാക്കാൻ ഒരു നിലക്കും പിന്നെ എന്തില്ല, പിന്നെ പരിശ്രമിക്കാൻ നമുക്ക് പിന്നെ ന്യായങ്ങളില്ലാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല സാഹചര്യം നമ്മൾക്ക് അനുഗുണമാക്കി നിർത്തുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, റമളാനിൽ നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ അങ്ങനെ തന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ റമളാനെ കുറിച്ച് നോമ്പ് അടുത്താൽ അല്ലെങ്കിൽ റമളാന്റെ സമയത്തൊക്കെ ഇത്തരത്തിൽ സംഗമങ്ങളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ വളരെ തെറ്റായ ഒരു മെസ്സേജ് പറയുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കാറുള്ള കാര്യം, നോമ്പിന്റെ സാമൂഹ്യ വശങ്ങളെ കുറിച്ചൊക്കെ പറയും. ഇല്ല, നോമ്പ് പാവങ്ങളുടെ വിശപ്പിന്റെ വില മനസ്സിലാക്കാനാണ് എന്ന് പറയുന്ന ഒട്ടനേകം പിന്നെ സംസാരങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിന്റെ ഉമ്മഹാത്തുൽ ഇബാദാത്തുകളിൽ പെടുന്ന ഒരു കാര്യവും എന്തല്ല, പിന്നെ ഭൗതികമായ ഒരു കാര്യത്തിനും വേണ്ടി സംവിധാനിക്കപ്പെട്ടതല്ല. അപ്പൊ നിസ്കാരം കൊണ്ട് ഒരാൾക്ക് കുറെ ശാരീരിക ഗുണം ഉണ്ടായേക്കാം. കാരണം നിസ്കാരത്തിൽ പിന്നെ നേരത്തെ നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്, നിസ്കാരം പിന്നെ നിർവഹിക്കുമ്പോൾ നമ്മുടെ ശരീരം എല്ലാ ഭാഗവും അനങ്ങുന്നുണ്ട് എന്നുള്ളതൊക്കെ കൊണ്ട് ചിലപ്പോൾ നിസ്കാരം കൊണ്ട് കുറെ ഭൗതിക ഗുണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നിസ്കാരം അതിനുള്ളതാന്ന് പറയാൻ പറ്റൂല. എന്നുള്ളത് പോലെ നോമ്പ് ഉമ്മഹാത്തുൽ ഇബാദത്തിൽപ്പെട്ട കാര്യ. അർക്കാനുൽ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളെ കൊണ്ട് പടുത്തുയർത്തപ്പെട്ടതാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാ വ ഈതാഉസ് സക്കാ വ സിയാമു റമളാൻ വ തഹജ്ജൽ ബൈത മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അല്ലെ? ഈ 5 കാര്യങ്ങളെ കൊണ്ടാണ് ഇസ്ലാം പടുത്തുയർക്കപ്പെട്ടിട്ടുള്ളത്. ഇത് അർക്കാനുൽ ഇസ്ലാമിൽ പെട്ടതാണ്.
ഇസ്ലാമിന്റെ തൂണുകളിൽപ്പെട്ടതാണ്, റുക്കുനുകളിൽപ്പെട്ടതാണ് റമദാൻ മാസത്തിൽ വിശ്വാസികൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നോമ്പിനെ നമ്മൾ ഒരു നിലക്കും ഭൗതികമായ ഒരു കാര്യത്തിലേക്ക് കൂട്ടിക്കെട്ടി പറയാൻ പാടില്ല. നോമ്പ് ഒരു വിശക്കുന്നവന്റെ വിശപ്പ് മനസ്സിലാക്കാനുള്ള വ്യായാമമല്ല, ഒരിക്കലുമല്ല. അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ തന്നെ അത് പ്രശ്നമായിരിക്കും. ഇത് ഞങ്ങൾ ആലോചിക്കേ, നോമ്പിന്റെ സമയത്ത് നമ്മൾ വിശപ്പ് മാത്രമല്ലല്ലോ അടുക്കി വെക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളെ പോലും കെട്ടിവെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തൊട്ടടുത്ത് അനുവദിക്കപ്പെട്ട ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എത്ര കൊതിയുണ്ടെങ്കിലും തൊട്ടുപോകാൻ പാടില്ല, അല്ലെ ആ നിലക്ക് നിങ്ങൾ സമീപിക്കാൻ പാടില്ല. എന്താണ് അതിന്റെ പ്രായശ്ചിത്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്? 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കാനാ പറഞ്ഞത്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ ആരെ പറയോ, അനുവദിക്കപ്പെട്ട നമ്മുടെ ഈണ തൊട്ടടുത്തുണ്ടാവുമ്പോൾ പോലും അവരുമായി ബന്ധത്തിൽ ഏർപ്പെടാതെ കാണിക്കുന്ന സൂക്ഷ്മത നോമ്പിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആരെങ്കിലും പറയും നോമ്പ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത ആളുകളുടെ വേദനകൾ മനസ്സിലാക്കാനുള്ളതാണെന്ന് നമ്മൾ ആരും പറഞ്ഞു കേൾക്കാറില്ല, അങ്ങനെ പറയാനും പാടില്ല. എന്നതുപോലെ നോമ്പ് വിശപ്പ് അതൊക്കെ ഉണ്ട്, അതൊക്കെ അള്ളാഹു സംവിധാനിച്ചത് കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാകാം. പക്ഷെ നോമ്പ് കൊണ്ട് അള്ളാഹു നേടാൻ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ ആളുകൾക്ക് നോമ്പ് നിർബന്ധാക്കിയിട്ടുണ്ട്, അതുപോലെ ഇതാ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കുന്നുണ്ട്. എന്തിനാണത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണത്. അതുകൊണ്ട് നോമ്പിന്റെ പകലുകളെ കൊണ്ട് ഒരു വിശ്വാസി നേടേണ്ടത് എന്താണ്? തഖ്വയാണ്, അല്ലാതെ ഒന്നുമല്ല. തഖ്വ നേടിയെടുക്കാനാണ് അവനെ നോമ്പ് പര്യാപ്തമാക്കേണ്ടത്. ഈ രൂപത്തിൽ നമുക്ക് എങ്ങനെയാ തഖ്വയുടെ നിർവചനം എന്താണ്? പണ്ഡിതന്മാരും തഖ്വയുടെ നിർവചനം എന്താണ്? പണ്ഡിതന്മാര് പഠിപ്പിച്ചു, തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഇംതിസാലു അവാമിരില്ല വജിതിനാബു നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ അതനുസരിക്കുക, അള്ളാഹുവിന്റെ നിരോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇതാണ് തഖ്വ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എന്റെ ഹൃദയം ഇത് ഇടിക്കുന്നത് അത് നിയന്ത്രിക്കുന്ന, എന്റെ കണ്ണ് ഒരു നിമിഷം തന്നെ, ഒരു മിനിറ്റിൽ തന്നെ എത്രയോ തവണ അത് ചിമ്മുന്നുണ്ട്, അത് സംവിധാനിക്കുന്ന, എന്റെ രക്തയോട്ടത്തെ നിയന്ത്രിക്കുന്ന, എന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സംവിധാനിച്ച് നിയന്ത്രിക്കുന്ന, എന്റെ ശ്വസനശ്വാസ പ്രവൃത്തികൾ അത് നിയന്ത്രിക്കുകയും സംവിധാനിക്കുകയും ചെയ്യുന്ന, ഞാൻ മനസ്സിലാക്കിയതും അല്ലാത്തതുമായ കോടിക്കോടി അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ തന്ന, എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എനിക്ക് തന്ന, ഹിദായത്ത് തന്ന എന്റെ റബ്ബിന് വേണ്ടി അവൻ കൽപ്പിച്ച കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എല്ലാ രംഗത്തും പ്രവർത്തിക്കാനുള്ള നിയന്ത്രണം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശീലനമാണ് റമദാൻ, അതല്ലാതെ ഒന്നുമല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് തഖ്വ നേടിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തഖ്വയുടെ അളവ് വ്യത്യസ്തമായിരിക്കും, നമ്മൾ നേടിയെടുക്കേണ്ട തഖ്വയുടെ അളവും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയും, നമ്മൾ ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ എടുക്കേണ്ട തീരുമാനം, എല്ലാ ഘട്ടങ്ങളിലും സാമ്പത്തികമായി, രഹസ്യ ജീവിതത്തിൽ, ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിന്റെ വിഷയത്തിൽ, ഇങ്ങനെ എല്ലാ വിഷയത്തിലും എന്റെ തഖ്വ എവിടെ നിൽക്കണം, എന്റെ കണ്ണിനെ സൂക്ഷിക്കുന്നിടത്ത് ഇപ്പൊ ഞാൻ എവിടെയുള്ളത്, ഞാൻ എത്തേണ്ടത് എവിടെയാണ് എന്ന ബോധ്യം നിശ്ചയിച്ചുകൊണ്ട് റമദാനിനെ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കാത്തവർ വമ്പിച്ച നഷ്ടത്തിലായിരിക്കും, അല്ലെ? ശഅബാൻ 29 തഖ്വയല്ല റമദാൻ 1 ഉണ്ടാകേണ്ടത്, റമദാൻ 1 തഖ്വയല്ല റമദാൻ 5 ഉണ്ടാകേണ്ടത്, റമദാൻ 5 തഖ്വയല്ല റമദാൻ 10 ഉണ്ടാകേണ്ടത്. റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ തഖ്വയും ഉയർന്നു വരുന്നു എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റണം. അതിനെന്ത് വേണമെന്നറിയോ? കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാകണം. റമദാന് കൊണ്ട് തഖ്വ വർദ്ധിപ്പിക്കണമെന്ന് ലക്ഷ്യം വെക്കാത്തവരെല്ലാവരും നഷ്ടത്തിലായിരിക്കും, ഉറപ്പായിട്ടും നഷ്ടത്തിലായിരിക്കും. എങ്ങനെ? നിങ്ങൾ നോക്കൂ, റമദാനിൽ നമ്മൾ ഇപ്പൊ എനിക്കറിയാം, എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്കറിയാം, എന്റെ തഖ്വ, എന്റെ രഹസ്യ ജീവിതത്തിൽ കാണാൻ പാടില്ലാത്ത കാണുമെന്ന് എനിക്കറിയാം. എന്റെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുന്നതുകൊണ്ട് എനിക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമ. നിങ്ങൾ അറിയണം, എല്ലാ അധികാരമുള്ളവരും നിശ്ചയിക്കുന്ന ചില പരിധികളുണ്ട്. അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു. അള്ളാഹു നിശ്ചയിച്ച അവന്റെ പരിധികൾ എന്ന് പറയുന്നത് അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. നോട്ടം കൊണ്ട്, അനുഭവം കൊണ്ട്, സംസാരം കൊണ്ട്, ഇടപെടൽ കൊണ്ട്, സാമ്പത്തികമായി, എല്ലാ രംഗത്തും, വസ്ത്രം കൊണ്ട്, അല്ലെ, എല്ലാ രംഗത്തും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ അതൊന്നൊന്നായി ശുദ്ധീകരിച്ചെടുക്കാൻ ഈ നോമ്പ് എന്നെ പര്യാപ്താക്കണം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് വലിയ ക്ഷമയാ നമ്മൾ നോമ്പ് കാലത്ത് കൈക്കൊള്ളുന്നത്.
വെള്ളം കുടിക്കണില്ല. എന്താ? അള്ളാഹു കൽപ്പിച്ചു, ഞാനത് കുടിക്കണില്ല. ഭക്ഷണം കഴിക്കണില്ല. എന്താ? എന്റെ റബ്ബ് കൽപ്പിച്ചു, ഞാനത് എടുക്കുന്നില്ല. ഈ റബ്ബിന്റെ കൽപ്പന എല്ലാ രംഗത്തുണ്ട്. അള്ളാഹു കൽപ്പിച്ച്, എന്റെ സൃഷ്ടാവ് കൽപ്പിച്ചതിന്റെ പേരിൽ രാവൊന്തിയോളം ഭക്ഷണപാനീയങ്ങൾ മാറ്റിവെക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ എന്റെ ആഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ മാറ്റി നിർത്താൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് റമദാനിലൂടെ. അതുകൊണ്ട് റമദാന്റെ 30 ദിവസത്തിലും എത്തേണ്ട, ഓരോ ദിവസത്തിലും നമ്മൾ എത്തിത്തീർക്കേണ്ട തെക്കുവയുടെ അളവുകോൽ എന്താണെന്ന് നമ്മൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ റമദാൻ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ എപ്പോഴും റമദാനിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു പിഴവ് ഞാൻ പറയാം. ആവേശ കമ്മിറ്റികളായി റമദാന്റെ ഒന്നാമത്തെ ദിവസങ്ങൾ വലിയ ആവേശത്തോടുകൂടെ മുന്നോട്ട് പോകുന്നവർ, അവർക്കൊക്കെ പകുതിയിൽ ഇത് നിർത്തിപ്പോകേണ്ടി വരും. റമദാൻ 1 ഓതുന്ന അത്ര ഖുർആൻ ഓത്ത് 2-ലും 3-ലും ഉണ്ടാവില്ല. റമദാൻ ഒന്നാമത്തെ 10-ലുള്ള ആവേശം 2-മത്തെ 3-മത്തെ 10-ൽ ഖുർആൻ ഓതി തീർക്കാൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ലക്ഷ്യബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് കോഴിക്കോട് നിന്ന് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് എത്താൻ, വണ്ടി ഓടിച്ചെത്താൻ വേണ്ടത് 1 മണിക്കൂറാണ് നമ്മൾ സങ്കല്പിക്കുക, അല്ലെ? ആ 1 മണിക്കൂർ കൊണ്ട്, ഇപ്പൊ ഞാൻ ഇറങ്ങുന്നത് 4 മണിക്കാണ്, എനിക്ക് ഒരു 5:30-ക്കെങ്കിലും അവിടെ എത്തണം എന്ന് ബോധമുണ്ട്. എനിക്ക് 1 മണിക്കൂർ കൊണ്ട് എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എന്റെ ഡ്രൈവിംഗ് എങ്ങനെയായിരിക്കും? അല്ലെ, എനിക്ക് റോഡിൽ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞാൻ ഉപയോഗപ്പെടുത്തും. ഈ പോകുന്ന നേരത്തെ നമ്മൾ കാണാണ്, പിന്നെ അൺലിമിറ്റഡ് 1 വാങ്ങിയാൽ 1 ഫ്രീ കിട്ടുന്ന അൽഫാം ഉണ്ടെന്ന് കണ്ട് നമ്മൾ വണ്ടി നിർത്തുവോ? ഇല്ലല്ലോ. 1 മണിക്കൂർ കൊണ്ട് എനിക്ക് എയർപോർട്ടിൽ എത്തണമെന്ന് ലക്ഷ്യബോധം ഉണ്ടായാൽ പോകുന്ന വഴിയിൽ പല നിലക്കും പ്രലോഭനങ്ങൾ ഉണ്ടാവും. 1 എടുത്താൽ 2 ഫ്രീ കിട്ടുന്ന വസ്ത്രധാരണങ്ങൾ നമ്മൾ അവിടെ നിർത്തൂല. വലിയ എക്സിബിഷൻ മേള ഉണ്ടാവും, നമ്മളവിടെ കാല് ചവിട്ടൂല. ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോലും നമ്മൾ നിർത്തൂല. കാരണം എന്താ? നമുക്ക് ഇത്ര മണിക്ക് അവിടെ എത്തണമെന്ന് ലക്ഷ്യബോധം നമ്മുടെ മുന്നിലുണ്ട്. നേരെ തിരിച്ചാലോചിച്ച് നോക്കി, ലക്ഷ്യബോധമൊന്നുമില്ല. തിരിച്ചു വരുമ്പോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. തിരിച്ചു വരുമ്പോ നമുക്ക് ഇത്ര മണിക്ക് എത്തണമെന്നൊന്നുമില്ല. പോയി ഇങ്ങനെ നോക്കുമ്പോഴാണ് പാത്രം 2 വാങ്ങിയാൽ 4 ഫ്രീ കിട്ടുന്ന ഷോപ്പുണ്ട്, നമ്മളവിടെ നിർത്തും. കുറച്ച് മുന്നോട്ട് പോയാൽ അൺലിമിറ്റഡ് റൈസ് കിട്ടുന്ന നെയ്ച്ചോറും കറിയുണ്ട്, തിന്നാലോ നിർത്തും. ഞാൻ പറയുന്നത്, റമദാനിന്റെ പകലുകൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് ലക്ഷ്യബോധമുള്ളവന്റെ സമയവും അല്ലാത്തവന്റെ സമയവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അള്ളാഹുവിലേക്ക് അടുക്കാൻ അവന്റെ വാതിലുകൾ തുറന്നു വെച്ച് മുന്നോട്ട് വരൂ അടിമകളെ എന്ന് വിളിക്കുത്തരം നൽകാൻ ആവേശത്തോടെ മുന്നോട്ട് പോകാൻ അറിയാം ലക്ഷ്യബോധമുള്ളവനാണ്. അവന്റെ സമയത്ത് ഉപയോഗപ്പെടുത്തും. എന്റെ തിരക്ക്, എന്റെ ജോലി സമയം എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്റെ ജോലി സമയത്തിനിടയ്ക്ക് ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പ്ലാനിങ് ഉണ്ടാകും. എപ്പോ? എനിക്ക് ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ. എന്റെ മൊബൈൽ ഫോൺ ഉപയോഗം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് എനിക്ക് പ്ലാനിങ് ഉണ്ടാകും. ഇപ്പോ ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സ്വാഇമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ, നോമ്പുകൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ 30 ദിവസം വിശപ്പ് സഹിച്ചു എന്നല്ലാതെ അള്ളാഹു പിന്നെ അവന് വേണ്ടി സംവിധാനിച്ചു വെച്ച ലക്ഷക്കണക്കിന് പുണ്യങ്ങൾ ഒന്നും നേടിയെടുക്കാൻ പറ്റാതെ പോയവർ. എല്ലാരെ പോലെ നോമ്പ് പിടിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ മാറ്റി നിർത്തിയത് ഒഴിച്ചാൽ ഒരു മാറ്റം അവന്റെ ജീവിതത്തിൽ ഇല്ല. അള്ളാഹുവിനോടുള്ള ഭയത്തെക്കുറിച്ച്, അള്ളാഹുവിനോടുള്ള തഖ്വയുടെ വിഷയത്തിൽ 1 ഇഞ്ച് മുന്നോട്ട് പോകാതെ രാവ് മുതൽ പകൽ മുഴുവൻ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അത് മാറ്റിവെക്കുന്നിടത്ത് മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. എത്ര നോമ്പുകാരാണ് ആ നോമ്പ് കൊണ്ട് വിശപ്പല്ലാതെ ഒന്നും അവർ നേടുന്നില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന വിശ്വാസ സുഹൃത്തുക്കളെ, നമ്മൾ തീരുമാനിക്കേണ്ടത്, നമ്മുടെ നോമ്പ് വിശപ്പിനാൽ മാത്രം അലങ്കാരമാകേണ്ട ഒന്നല്ല. നമുക്ക് കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാകണം. എന്റെ കർമ്മങ്ങളെ കൊണ്ട് ഞാൻ എവിടെ എത്തണം? റഹ്മാനായ റബ്ബ് എന്നിലേക്ക് അടുക്കാൻ വേണ്ടി പ്രകൃതിയെ സംവിധാനിച്ച ഈ മാസത്തിൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കേണ്ട ഘട്ടങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാകണം. ആ ധാരണയുള്ളവർ സമയത്തെ നന്നായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകും. അല്ലെങ്കിലോ, പരിശുദ്ധമാക്കപ്പെട്ട റൗളയിലെ മിമ്പറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കയറുമ്പോ 3 തവണ ആമീൻ പറഞ്ഞത് പലതവണ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. റഹിമം ഫുംരിഇൻ, നശിച്ചു പോകട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, അല്ലെ? ആരാ പ്രാർത്ഥിക്കുന്നത്? റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക. ആരാ? സോറി കേട്ടോ, ഇപ്പൊ വീണ്ടും കേൾക്കാം. എനിക്കൊരു ഫോൺ വരുമ്പോൾ ഇങ്ങനെ ഇന്ററപ്റ്റ് ആവുന്നതാണ്. ഇപ്പൊ എന്റെ വോയിസ് ഓഡിബിൾ ആണോ? ഓക്കെ, സോറി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക.
മഹാനായ അഷ്റഫുൽ അൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആമീൻ പറയാം. ഇവിടുന്ന് നമ്മളൊക്കെ ഒരു 10 മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ച് കയറുന്ന പരിശുദ്ധമായ റൗളയിൽ പ്രവാചകന്റെ മെമ്പറിൽ കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക, റഹീമൻ ഫംബിരിമീൻ, ഒരാൾ നശിക്കട്ടെ. എന്താ? മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹ്. റമളാൻ ഒന്നാകെ കിട്ടി, ആ രാവും പകലും കിട്ടി, നോമ്പ് നോക്കാൻ പിന്നെ പ്രവർത്തിക്കാനൊക്കെ സമയം കിട്ടി, അല്ലെ? മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ആരെങ്കിലും റമളാനിൽ ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ച് നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇങ്ങനെ അള്ളാഹു സംവിധാനിച്ച ഒരു സമയം ഒന്നാകെ കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമളാൻ പൂർത്തിയാക്കി അവൻ പെരുന്നാളിലേക്ക് പോകുന്ന ഒരു അവസ്ഥാവിശേഷം വന്നാൽ അവൻ നശിക്കട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആമീൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അതിൽ പെടാൻ പാടില്ല, നിങ്ങൾ അതിൽ പെടാൻ പാടില്ല. പെടാതിരിക്കണമെങ്കിൽ തെക്കുവ വർദ്ധിക്കലാണ് നോമ്പ് കൊണ്ട് ഞാൻ നേടിയെടുക്കേണ്ടത് എന്ന ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാകണം. ആ ലക്ഷ്യബോധത്തിന് എങ്ങനെ നമ്മൾ ലക്ഷ്യബോധം സെറ്റ് ചെയ്യേണ്ടത്? ലക്ഷ്യബോധം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഓരോരുത്തരും നമ്മുടേതായ സാഹചര്യത്തിൽ നിന്നായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ ജീവിത പരിസരത്തിൽ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ജോലി തിരക്ക് എന്താന്ന് നമുക്കേ അറിയുള്ളൂ. നമ്മുടെ വ്യക്തിപരമായ തിരക്കാൻ നമുക്കേ അറിയുള്ളൂ. നമ്മുടെ തെക്കുവയുടെ മോശം അവസ്ഥകൾ വരുന്ന ഘട്ടങ്ങൾ എവിടെ നമുക്കേ അറിയുള്ളൂ. അതൊക്കെ മനസ്സിൽ കണ്ട് ഞാൻ എത്തേണ്ടത് ഇവിടെയാണ്, അത് അങ്ങനെ എത്തണമെങ്കിൽ റമളാൻ ഒന്നുകൊണ്ട് ഞാൻ ഇത്ര പൂർത്തിയാക്കണം, റമളാൻ ഒരു 10 പൂർത്തിയാകുമ്പോൾ എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന ലക്ഷ്യബോധമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോമ്പ് വിശപ്പ് സഹിക്കുന്ന ഒരു എക്സസൈസ് മാത്രമായിട്ട് മാറും. അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെ? കുറെ ആളുകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ റമളാൻ മുഴുവൻ പൂർത്തിയാക്കി പിന്നെ ശവ്വാൽ 1-ന് ഭംഗിയുള്ള വസ്ത്രം ധരിച്ചു പോകുന്ന വിശ്വാസികൾക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുള്ളത്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അത് ഭൗതികമായി നോമ്പ് നോക്കണ എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്, അല്ലെ? ഫിത്ർ എന്താണ് എന്നതിന് 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന് നോമ്പ് തുറയാണല്ലേ, ഫിത്ർ പെരുന്നാളാണോ എന്നുള്ളത് വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് ഏതായാലും ഭൗതികമായി നോമ്പ് അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ഇത് കിട്ടും. രണ്ടാമത്തെ സന്തോഷം അത് എല്ലാവർക്കും കിട്ടൂല. അത് നോമ്പുകാരന് കിട്ടുന്ന രണ്ടാമത്തെ സന്തോഷം അത് ഈമാനോടെ തെക്കുവ വർദ്ധിപ്പിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ നോമ്പനുഷ്ഠിച്ച് റമദാൻ പൂർത്തിയാകുമ്പോൾ തെക്കുവയുടെ വസ്ത്രത്തിന്റെ പരിമളം കൂടെ ഉള്ളവർക്ക് കിട്ടുന്നതാ. അതെന്താ? രണ്ടാമത്തേത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രണ്ടാമത്തെ സന്തോഷം അത് അവനവന്റെ റബ്ബിനെ കണ്ടുട്ടുന്ന സമയത്ത് റമദാനിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അവന് നൽകിയ തെക്കുവയുടെ ഊഷ്മളമായ ഒരു അനുഭവത്തോടുകൂടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നോമ്പുകാർക്ക് ഉണ്ടാകുന്ന സന്തോഷം അതെല്ലാവർക്കും ഉണ്ടാകൂല. അത് നോമ്പിനെ, റമദാനിനെ ലക്ഷ്യബോധത്തോടുകൂടെ കണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം കിട്ടുന്നതാണ്. നാലാമത്തെ എന്റെ പോയിന്റ്, നമ്മൾ നോമ്പ് കാലത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് ഇങ്ങനെ ഫോൺ വന്നോണ്ട് അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് പിന്നെ ഞാൻ ക്ലാസ്സിലാണ്, ഇങ്ങനെ വിളിക്കരുത് എന്ന് പറയാൻ വേണ്ടി ഫോണൊന്ന് എടുത്തു, അതാണ് പിന്നെയും കട്ടായി പോയത്. സോറി. ഇപ്പൊ ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ, സോറി കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കർമ്മങ്ങളിലെ കൂട്ടത്തിൽ ഇപ്പൊ തറാവീഹ് ഉണ്ട്, അതിലൊക്കെ പലപ്പോഴും ആളുകൾ അശ്രദ്ധയോടുകൂടെ കളഞ്ഞു പോകുന്ന വലിയ അവസരത്തെ കുറിച്ചുകൂടെ നമ്മൾ ഓർമ്മപ്പെടുത്താം. ഖുർആനിൽ ഇപ്പൊ സൂറത്തുൽ ബഖറയിലെ 180 പരിസരത്തു നിന്ന് തുടങ്ങി 10-15 ആയത്തുകളിലൂടെയാണ് റമളാനിലെ നിവിധി വിലക്കുകളെ കുറിച്ച്, റമളാനെ കുറിച്ച്, നോമ്പിനെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നൊക്കെ തുടങ്ങിയുള്ള ഭാഗങ്ങളെ സവിസ്തരം പരാമർശിക്കുന്നത് സൂറത്തുൽ ബഖറയിലാണ്. ഈ കാര്യങ്ങൾ, റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റമളാന്റെ പകല് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, രാത്രികൾക്ക് അനുവദനീയമാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് സൂറത്തു ബഖറയിൽ 186 ഒരു ആയത്തുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. സോറി, പിന്നെ ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി ഫല്യുമിനു ബി ലഅല്ലഹും യർഷുദൂൻ എന്ന ആയത്ത് നിങ്ങൾ നോക്കി. ഇപ്പം പരിശുദ്ധ ഖുർആൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഖുർആന്റെ ഒരു സവിശേഷത, അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഖുർആൻ ഒരു കാര്യം ഇങ്ങനെ ആഖ്യാനിച്ചു പോകുന്നതിനിടയ്ക്ക് അതുമായി ഒരു ബന്ധമില്ലാത്ത വേറൊരു കാര്യം പറയാം, അങ്ങനെ ഖുർആൻ ഉണ്ടാവില്ല. ഒരു 10 ആയത്ത് ഒരു കാര്യത്തെ കുറിച്ച് പറയാണ്, ആ 10 ആയത്തിനടുക്കൽ 6-ാമത്തെ ഒരു ആയത്ത് അതുമായി ഒന്നും ബന്ധമില്ലാത്ത വേറൊരു കാര്യം പറയാം,
അങ്ങനെ ഉണ്ടാവൂല. ഇപ്പൊ ഈ ആയത്ത് നോക്കി 180 തുടങ്ങി ഏകദേശം പിന്നെ ഈ ആയത്തിന്റെ 3-4 ആയത്തുകൾക്ക് ശേഷവും റമദാനിലെ വിധിവിലക്കുകളെ കുറിച്ച് നോമ്പിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അത് പറയുന്നിടക്ക് അള്ളാഹു പറയാണ് ഇദാ സഅലക ഇബാദി, പ്രവാചകരെ താങ്കളോട് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം ഫ ഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണെന്ന് പറയണം. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന സവിശേഷമായ കാര്യത്തെക്കുറിച്ച് എന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഫല്യസ്തജീബൂ ലീ, അവരെന്നോട് ചോദിക്കട്ടെ, വൽയുഅ്മിനൂ ബി, അവരെന്നിൽ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗം പ്രാപിക്കുന്നവരാകും. ഇപ്പൊ ഞാൻ പറഞ്ഞ റമളാനിലെ വിധിവിലക്കുകളെ കുറിച്ച് പറയുന്നിടത്ത് പ്രത്യക്ഷാർത്ഥത്തിൽ റമളാനുമായി ബന്ധപ്പെടുന്നതാണ് എന്ന് തോന്നാത്തൊരായത്ത് അവിടെ വന്നതിനെ കുറിച്ചുള്ള ഹിക്മത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. വഫീ ദിക്രിഹി തആല ഹാദിഹിൽ ആയ അൽ ബാഇസ അല ദുആ, പ്രാർത്ഥിക്കാൻ വേണ്ടി അടിമകളെ പ്രേരിപ്പിക്കുന്ന ഈ ആയത്ത് ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ അള്ളാഹുവിന്റെ എന്തെല്ലാം വിശേഷണങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്താം. പക്ഷേ എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പ്രവാചകരെ പറയണം, ഞാൻ അവരോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണ്. എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന വാർത്ത എന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മുതഖല്ലിലത്തുൻ ബൈന അഹ്കാമി സിയാം, നോമ്പിന്റെ അഹ്കാമുകൾ ഹുക്കുമുകൾ പറയുന്നതിനിടയിൽ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പറയാണ് ഇർശാദുൻ ഇലൽ ഇജ്തിഹാദി ഫി ദുആഇ ഇൻദ ഇക്മാലിൽ ഇദ്ദ, റമളാനിലെ മുഴുവൻ ദിവസങ്ങളിലും റമളാനിലെ മുഴുവൻ സമയങ്ങളിലും ഒരു നോമ്പുകാരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന നിർദ്ദേശമാണ് ഈ ആയത്ത്. ബൽ വ ഇൻദ കുല്ലി ഫിത്രിൻ, പ്രത്യേകിച്ചും നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം, അല്ലെ? അപ്പൊ നോമ്പുമായി ഒരു ബന്ധമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, നോമ്പിന്റെ വിധിവിലക്കുകൾ പരാമർശിക്കുന്നതിനിടയിൽ പ്രാർത്ഥിക്കൂ എന്റെ അടിമകളെ എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ ഹിക്മത്ത് എന്താണ്? നോമ്പുകാരൻ നോമ്പ് സമയത്ത് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തട്ടെ എന്ന നിർദ്ദേശമാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 3 പേർ സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 ആളുകൾ അവരുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. അസ്സായിമു ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ അവന്റെ നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയം അവൻ തേടുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം തട്ടപ്പെടുകയില്ല. നമുക്ക് കുറെ പരാതികൾ പറയാനുണ്ട്, നമുക്ക് കുറെ പ്രശ്നങ്ങൾ പറയാനുണ്ട്, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് വേവലാതികളുണ്ട്, നമ്മുടെ അയൽവാസികളെ കുറിച്ച് നമുക്ക് പരാതികളുണ്ട്, നമ്മുടെ രോഗം, ഇത് കുറെ കേസുകൾ ആലോചിച്ചൊക്കെ. മക്കളെ കുറിച്ച് നമ്മൾ പരാതി പറയാത്ത ഒരു സ്ഥലം ഇനി ഉണ്ടാവൂല. എന്നാൽ ആ മക്കളുടെ മനസ്സ് സംവിധാനിച്ച് അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? പറയണം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹുവും അവന്റെ മനുഷ്യർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാരോടാ? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോടാ, അല്ലെ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുക അവരോടായിരിക്കും. ഇന്നലെ രാത്രി വരെ നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് സംസാരിച്ചു എന്നതുകൊണ്ട് നാളെ രാവിലെ കണ്ട് നമ്മൾ പറയോ ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കാൻ വിഷയമൊന്നുമില്ല, നമ്മൾ പറയലില്ല? അങ്ങനെ ഉണ്ടാവില്ല. മനുഷ്യർ ഏറ്റവും കൂടുതൽ സംസാരിക്കുക അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോടാണ്. അതുകൊണ്ട് അള്ളാഹുവുമായി മനുഷ്യരുടെ ബന്ധം എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവൻ അവന്റെ റബ്ബുമായി സംസാരിക്കുന്ന തൂലുൽ ദുആ, പ്രാർത്ഥനയുടെ ദൈർഘ്യം എടുത്ത് പരിശോധിക്കട്ടേതാ. ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് ദൈർഘ്യമാണ്. ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ബന്ധം, അല്ലെ? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുമ്പോ എന്താ, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ളുഹറിന് പ്രാർത്ഥിച്ചു, അസറിന് പ്രാർത്ഥിച്ചു, മഗ്‌രിബിന് വീണ്ടും പ്രാർത്ഥിക്കും. എപ്പം? പറഞ്ഞു തന്നെ പറയും. എപ്പം? അള്ളാഹുമായി നമുക്ക് ബന്ധം ഉണ്ടെങ്കിൽ. അങ്ങനെയാണ് മനുഷ്യരങ്ങനെയാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നോമ്പുകാരനായിരിക്കുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ അള്ളാഹു കൂടുതൽ താല്പര്യത്തോടുകൂടി നിൽക്കുന്ന സമയം. നമുക്ക് ദുനിയാവിൽ ആഗ്രഹമുള്ള നേടേണ്ട എല്ലാ കാര്യങ്ങളും പറയണം. പരലോകത്തെ കുറിച്ച് പ്രത്യേകിച്ചും നോമ്പുകാരായിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. 5-മത്തെയും അവസാനത്തെയും എന്റെ പോയിന്റ്, റമദാൻ മാസം അത് ഖുർആനിന്റെ മാസമാണ്, അല്ലെ? ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത മാസം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസം അത് അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസം. ഖുർആനിന്റെ തിലാവത്തിലും തദബ്ബുറിലും നമ്മൾ സമയം കണ്ടെത്തണം. തിലാവത്ത് മാത്രമല്ല കേട്ടോ, തിലാവത്ത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്, ഒരു സംശയമില്ല, അല്ലെ? മുൻഗാമികളൊക്കെ ദിവസം തോറും ഖത്മ് പൂർത്തിയാക്കിയവർ, 3 ദിവസം ഖത്മ് പൂർത്തിയാക്കിയവർ, 5-6 ദിവസം കൊണ്ട് ഖത്മ് പൂർത്തിയാക്കിയവർ ഒക്കെ ഉണ്ട്. റമദാനിൽ തിലാവത്ത് കൂട്ടണം എന്നുള്ള ഒരു തർക്കമല്ല, അത് അതിന്റെ സുന്നത്താണ്, അല്ലെ? റമദാനിൽ നമ്മൾ ചെയ്യാൻ പ്രാമുഖ്യം കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് ഖുർആന്റെ തിലാവത്ത് തന്നെയാണ്. പക്ഷെ അവിടെ ഒതുങ്ങാൻ പാടില്ല. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി. നിങ്ങൾ നോക്കൂ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിനാണ് എന്ന് ഖുർആൻ 10-20 സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പറഞ്ഞത് ഇത് ഓതാൻ ഇറക്കപ്പെട്ടു എന്നല്ല. ഓതണം,
ഓതിയാൽ നമുക്ക് ഗുണമുണ്ട്, ഓരോ ഹർഫിനും കൂലിയുണ്ട്, റമദാനിൽ അത് ഓതിയാൽ കൂടുതൽ കൂലിയുണ്ട്, തർക്കമേ ഇല്ലാത്ത വിഷയം. പക്ഷെ ഖുർആൻ എന്തിനാ ഇറക്കിയത്? അത് ഓതാൻ വേണ്ടി മാത്രം ഇറക്കിയ ഗ്രന്ഥമല്ല. അത് ഇറക്കിയത് ലിയദ്ദബ്ബറു ആയാത്തിഹി. ആ ആയത്തുകളെ കുറിച്ച് മനുഷ്യരെ നിങ്ങൾ ഉറ്റാലോചിക്കുക ഖുർആൻ ഇറക്കിയത്. അതുകൊണ്ട് ഖുർആനിൽ നിന്ന് നിശ്ചിതമായ ഭാഗം തദബ്ബുർ ചെയ്യാൻ, ആലോചിക്കാൻ, എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. തഫ്സീർ പഠിക്കണം. അത് ക്ലാസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ഈ കാലഘട്ടത്തിൽ ഖുർആനിന്റെ തഫ്സീർ പഠിക്കാൻ നമുക്കൊരു സംവിധാനമില്ല എന്ന് പറയാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏതായാലും നമുക്ക് സാധ്യതയില്ല. ആ കാലം കഴിഞ്ഞു. നമ്മളൊക്കെ കയ്യിൽ നമ്മൾ വാർത്ത കാണുന്ന, നമ്മൾ വാട്സപ്പ് നോക്കുന്ന, നമ്മൾ കണ്ടു ചിരിക്കുന്ന, നമ്മൾ റീൽസ് കണ്ട് ആസ്വദിക്കുന്ന ഇതേ സ്ഥലത്ത് അള്ളാഹുവിന്റെ കലാം പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ മുന്നിലുണ്ട്. സമയമില്ല എന്ന് പറയാൻ, സംവിധാനമില്ല എന്ന് പറയാൻ ഒരു കാരണവശാലും നമുക്ക് പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ. അതുകൊണ്ട് ഖുർആൻ, നമ്മുടെ ഹൃദയങ്ങൾ ഖുർആനിന് മുന്നിൽ തുറന്നു വെക്കാൻ ഈ റമദാൻ അല്പസമയം നമ്മൾ കണ്ടെത്തണം. സഹോദരങ്ങളെ, മുൻഗാമികൾ പറയായിരുന്നു, തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബല റമദാൻ. റമദാൻ എത്തിയിട്ട് നന്നാവട്ടെ എന്ന് കരുതുന്നവർ, അത് ആ മനോഭാവം ഒട്ടും നല്ലതല്ല. മുൻഗാമികളുടെ സ്വഭാവം എന്തായിരുന്നു? തൂബ, അവർ പറയുന്നു, തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബല റമദാൻ. റമദാനിന് മുമ്പ് അവന്റെ മനസ്സിനെ റമദാൻ സ്വീകരിക്കാൻ പാകത്തിൽ നന്നാക്കിയവർക്ക് മംഗളം. റമദാനിൽ എത്ര ആളുകൾ നമ്മളൊക്കെ ആഫിയത്തോടുകൂടെ ഉണ്ടാകും എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ആഫിയത്തോടുകൂടെ ഈ റമദാന്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റമദാനിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടണം. നമ്മുടെ കർമ്മങ്ങൾ റഹ്മാനായ റബ്ബ് വിചാരണ ചെയ്യും. ആ ബോധ്യത്തോടുകൂടെ റമദാൻ എത്തിയിട്ട് നന്നാവാനല്ല, ഇപ്പൊ തന്നെ അതിനുവേണ്ടി നല്ല പരിശ്രമത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന, നമുക്ക് അനുഗുണമായി റമദാൻ ഖുർആനും സാക്ഷി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആൻ യുശഫിആൻ. റമദാനും ഖുർആനും അതിന്റെ ആളുകൾക്ക് വേണ്ടി സാക്ഷി പറയും. ഒന്നുകിൽ നമുക്ക് വേണ്ടി സാക്ഷി പറയും, അല്ലെങ്കിൽ നമുക്ക് എതിരായി സാക്ഷി പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന വിധത്തിൽ ഈ റമദാനെ ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കും അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇത്തരത്തിൽ നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ അള്ളാഹു കാരണമാക്കിയെടുത്ത് നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളഞ്ഞ് ശുദ്ധീകരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, നിന്റെ ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ ഞങ്ങൾക്ക് തൗഫീഖായി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ സ്വർഗം കൊണ്ട് നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണം റഹ്മാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാക്കാൻ റഹ്മാനെ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. جزاكم الله خير، اللهم بارك. الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. جزاكم الله خير، اللهم بارك. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.